കരാർ ഉറ്റവർക്ക് കോടികളുടെ അഴിമതി ആരോപണം. ജോയ്സ് ജോർജിന് വീണ്ടും കുരുക്ക്. ഇടുക്കി എംപിക്കെതിരെ കോടികളുടെ തട്ടിപ്പാരോപണം. ജോയ്സ് ജോർജ് എംപി പ്രളയാനന്തര പുനർനിർമ്മാണത്തിന്റെ കരാർ തന്റെ സഹോദരനും CPM നേതാവിനും നൽകിയെന്നാണ് ആരോപണം. കോടികളുടെ നിർമ്മാണ ജോലികൾ തരപ്പെടുത്തിയതിൽ വ്യാപകമായ അഴിമതിയുണ്ടെന്ന് KPCC ന്യൂനപക്ഷ വിഭാഗം കോർഡിനേറ്റർ മനോജ് കോക്കോട്ട് ആരോപിക്കുന്നു. ഇടുക്കി ജില്ലയിൽ പ്രളയത്തിൽ തകർന്ന കൊച്ചി ധനുഷ്കോടി ദേശീയ പാതയുടെയും ചെറുതോണി ടൗൺ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള പൊതുമരാമത്ത് റോഡ്സ് ഡിവിഷന്റെയും പരിധിയിലുള്ള നിർമ്മാണ കരാർ നൽകുന്നതിൽ സ്വജനപക്ഷപാതം ഉണ്ടായെന്നാണ് ആരോപണം. കോടികളുടെ കരാറിന്റെ എംബുക്ക് രേഖപ്പെടുത്തുവാനോ ബില്ലെഴുതി കൊടുക്കാനോ ഇന്നുവരെ തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. കരാർ അനുസരിച്ച് ജോലി 15 ദിവസത്തിനകം പൂർത്തീകരിക്കണമെന്നിരിക്കെ പഴയ തീയതി വെച്ച് കള്ളബില്ലുണ്ടാക്കാൻ നീക്കമെന്നും ആക്ഷേപമുണ്ട്. എംപിയുടെ സഹോദരന് 6 കോടിയിലധികം രൂപയുടെ നിർമ്മാണ ജോലിയാണ് തരപ്പെടുത്തിയതെന്നും ആക്ഷേപമുണ്ട്. കരാറിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ ജോലികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ജോയ്സ് ജോർജ് എംപിയുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് മനോജ് കോക്കോട് അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖ ദൃശ്യമാധ്യമങ്ങളെല്ലാം ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. വിവരാവകാശ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം. ഏതായാലും ഇടുക്കിയിൽ തിരഞ്ഞെടുപ്പിന്റെ ചൂടും പ്രചാരണവും ഒക്കെ വാശിയോടെ പുരോഗമിക്കുമ്പോഴാണ് സിറ്റിംഗ് എംപി ജോയ്സ് ജോർജിനെതിരെ രൂക്ഷമായ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നത്. അതും സ്വജനപക്ഷപാതം നടത്തി എംപി കരാർ ഉറ്റവർക്ക് നൽകി കോടികളുടെ അഴിമതി ആരോപണത്തിലൂടെ വീണ്ടും കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് ജോയ്സ് ജോർജ് എംപി. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിൽ ഇത് എങ്ങനെ ബാധിക്കുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. കോടികളുടെ തട്ടിപ്പാരോപണത്തിൽ എന്ത് മറുപടിയായിരിക്കും എംപി പ്രചാരണ വേദികളിലൊക്കെ നൽകുക? തന്റെ സഹോദരനും CPM നേതാവിനും പ്രളയാനന്തര പുനർനിർമ്മാണ കരാർ നൽകിയെന്നുള്ള ആക്ഷേപത്തെ എങ്ങനെ ജോയ്സ് ജോർജും ഇടതുപക്ഷവും പ്രതിരോധിക്കും? ന്യൂനപക്ഷ വിഭാഗം കോർഡിനേറ്റർ മനോജ് കോക്കോടിന്റെ ആരോപണങ്ങൾക്ക് എന്ത് വസ്തുതകൾ നിരത്തിയായിരിക്കും എംപിയുടെ മറുപടി?